ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരളത്തിൽ എത്രയോ ലിറ്റർ കോക്കനട്ട് ഓയിൽ പിടിച്ചിട്ടുണ്ട് മിക്സിംഗ്, മിനറൽ ഓയിൽ മിക്സിംഗ്. മിനറൽ ഓയിൽ എന്ന് പറയുമ്പോൾ ഒരു പെട്രോളിയത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. 100% നാച്ചുറൽ എന്ന് പറയുന്നു. എന്നാൽ വെൻ യു ഗോ ഇൻ ഡെപ്ത് അത് നാച്ചുറൽ അല്ലാത്ത പ്രൊഡക്ട്സുകളുണ്ടോ? ഇപ്പോൾ FSSAI തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് 100% എന്നുള്ളൊരു ലേബൽ ഒരു പ്രോഡക്റ്റിലും ഇറക്കരുത്. ഇപ്പോൾ ഓരോ കമ്പനികളും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുജിൻ ഡേ ടു ഡേയിൽ ഉപയോഗിക്കുന്ന ഡേ ടു ഡേ പ്രൊഡക്ട്സിൽ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യാറുണ്ട്? ഒരു കോമൺ മാൻ്റെ പെർസ്പെക്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര പേടിയായി. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ വിഷം കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് ശരിക്കും സൂയിസൈഡിൻ്റെ ടെൻഡൻസി വരെ വന്നു എന്ന് ആ വീട്ടമ്മ എന്നോട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജനറലി നമ്മൾ ഇപ്പോൾ ഒരു ടോപ്പിക്കിനേക്കാളും കൂടുതൽ അപ്പോൾ ഇരിക്കുന്ന ഒരാൾ എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ സെറ്റ് ചെയ്യുന്ന പല ലേബിൾസും പല ഇപ്പം ഓൺട്രപ്രനർ, മെൻറ്റർ, പല പേരും നമുക്കുണ്ടാവും. നമുക്ക് ഈ ലേബിൾസൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പം നമ്മളെ ഒരു 3 വാക്കിൽ അല്ലെങ്കിൽ ഒരു 3 സെൻറ്റൻസിൽ എല്ലാം ഒരു ഇൻ സം 3 വേർഡ്സ് സംതിങ് ഇഫ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുക? എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? എന്ത് പ്രോഡക്റ്റിന് എന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഓക്കെ, എന്നെ ഡിഫൈൻ ചെയ്യാൻ മാത്രം അത്ര വലിയൊരു ഇതൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ പ്രോസസ്ഡ് ഫുഡ് കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് എനിക്കുണ്ടായ പ്രശ്നങ്ങൾ, എൻ്റെ ശരീരത്തിനുണ്ടായ പ്രശ്നങ്ങൾ നാളെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഒരിക്കലും അത് ബാധിച്ചുകൂടാ, അല്ലെങ്കിൽ അതൊരു നേരിട്ടുകൂടാ എന്നുള്ളതിൻ്റെ കൺസെപ്റ്റിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു ഷോ തുടങ്ങുന്നതും. ഓരോ കുട്ടികളും അവരുടെ ശീലം, അവരുടെ ഭക്ഷണം എന്ത് കഴിക്കുന്നു എന്നുള്ളത് വിശദമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാനുള്ള ശീലം മാറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പേഴ്സണൽ എന്താ പറയുക എക്സ്പീരിയൻസ് പറഞ്ഞു, ഫാറ്റി ലിവറിൻ്റെ കാര്യം കേട്ട്. അതൊന്ന് ബേസിക് ആയിട്ടൊന്ന് പറയാമോ? ഇല്ല, ഞാൻ ഈ പറയുന്ന എൻ്റെ ചെറുപ്പകാലം മുതൽ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു റിവേഴ്സിലേക്ക് വരും. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിലേക്ക് എഫക്റ്റ് ആയപ്പോഴാണ്, നമ്മുടെ ലിവറിനൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമായപ്പോൾ ഞാൻ ഹെവി ആയിട്ട് ഷുഗർ കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രോസസ്ഡ് ഫുഡ് കൂടുതലായിട്ട്, ഓയിലി ഫുഡ്, ഡീപ്പ് ഫ്രൈഡ് ഫുഡൊക്കെ നമ്മളത് കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പിന്നീടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നുള്ളൊരു രോഗാവസ്ഥയിലേക്ക്, രോഗാവസ്ഥ എന്ന് പറയുന്നില്ല, ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം തേടി പോകുമ്പോൾ അതിന് ഏറ്റവും വലിയ കാരണവും ഈ പറയുന്ന പ്രോസസ്ഡ് ഫുഡ് തന്നെയാണ്. അപ്പോൾ പ്രോസസ്ഡ് ഫുഡ് ഇന്ന് കുട്ടികൾ അമിതമായിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് നമുക്ക് കിട്ടാനുള്ള അവൈലബിലിറ്റി ഉണ്ടായിരുന്നു, ഇന്ന് അതില്ല. ഇന്ന് പല സ്കൂൾ കുട്ടികളുടെ അടുത്തും അത്യാവശ്യത്തിന് പൈസയുണ്ട്, അവർക്ക് എന്തും വാങ്ങിച്ച് കഴിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. പാരൻസും അതുപോലെ തന്നെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നതും. അപ്പോൾ അതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക, എന്താണ് കഴിക്കുന്നത്. കാരണം കമ്പനീസ് പല പ്രോഡക്റ്റുകളും പല രീതിയിലും ഇറക്കും. അതിനൊക്കെ ഒരു ലൂഫോഴ്സും ഉണ്ടാവും. എന്ത് കഴിക്കണം, ഏത് കഴിക്കണം, എത്ര കഴിക്കണം എന്നുള്ളത് എല്ലാ കമ്പനിയും ഓരോ പ്രൊഡക്റ്റിലും എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ വായിക്കാതെ, ശ്രദ്ധിക്കാതെ നമ്മൾ അമിതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ് ഇനിയുള്ള ജനറേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നാളെ ഇനി ടീനേജിൽ പോലും ഫാറ്റി ലിവർ കുട്ടികളിൽ എല്ലാവരിലും ഇത് ബാധിക്കപ്പെടാം. കാരണം ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റം വരുത്തുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. എങ്ങനെയാ ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് വെരി കോൺഷ്യസ് അബൌട്ട് വാട്ട് ദേ ഈറ്റ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ അത് കോണ്ടന്റായി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു തോട്ട് വരുന്നത് എങ്ങനെയാണ്? എപ്പോഴാണ് അങ്ങനൊരു തോട്ട് വന്നിട്ട് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം? അല്ല, ഞാൻ പണ്ട് മുതൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുമായിരുന്നു. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഇൻഗ്രീഡിയൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. നോർമലി ഈ ഷുഗർ, ഓയിൽ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുവാണെങ്കിലും ഇതിനകത്ത് വേറെ കുറേ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്ത് വരാറുണ്ട്. കുറേ എമൾസിഫയേഴ്സ്, നമ്പേഴ്സ്, INS നമ്പേഴ്സ് ഒക്കെ ഈ എല്ലാ പാക്കേജ് ഫുഡുകളുടെയും കൂടെ വരുന്നതാണ്. ഇതൊരു സാധാരണക്കാരന് ഒരിക്കലും അറിയില്ല എന്താണ് ഈ നമ്പേഴ്സ്. ഈ നമ്പർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ നമ്പറെല്ലാം ഓരോ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഓരോ കെമിക്കൽസ് ആയിരിക്കാം, അങ്ങനെ പല ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് തിരിച്ചറിയുക, അല്ലെങ്കിൽ അത് തിരിച്ചറിവ് സ്വയം വരുത്തുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത് ആദ്യം ശീലിച്ചു തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. അങ്ങനെയാണ് കണ്ടന്റിലേക്ക് വരുന്നത്. അതെ, അങ്ങനെയാണ് കണ്ടന്റിലേക്ക് വരുന്നത്. ആരെങ്കിലും വാട്ട് ഇൻസ്പയർഡ് യു ടു ക്രിയേറ്റ് കോണ്ടന്റ്? ഇല്ല, അങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫ് തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. ഞാൻ ഈ നമ്പറിനെ കുറിച്ചിട്ട് ഞാൻ
അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ നമ്പേഴ്സ് എന്തൊക്കെയാണ് ഈ നമ്പേഴ്സുകൾ, എന്തൊക്കെയാണ് ഈ കെമിക്കൽസ്, ഇത് മനുഷ്യ ശരീരത്തിൽ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളൊരു റിസർച്ച് നമ്മൾ 1 കൊല്ലത്തോളം നടത്തിയപ്പോഴാണ് ഇതെല്ലാം സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ ഇതെല്ലാം അറിയിക്കണം എന്നുള്ളൊരു പുറത്താണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു മറ്റേ നമ്മുടെ ഡിസ്കഷൻ. Yeah. അപ്പോൾ നമ്മൾ കുറേ ഫുഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. റൈറ്റ്, നമ്മൾ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% നാച്ചുറൽ ഹെൽത്തി സ്നാക്സ്, ഷുഗർ ഫ്രീ, ട്രാൻസ് ഫാറ്റ് ഫ്രീ, പല ലേബലിൽ പല സംഭവത്തിലായിട്ട് നമുക്ക് പല പ്രൊഡക്ട്സും കാണാറുണ്ട്. ഇതിൽ ലൈക്ക് എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം തെറ്റുണ്ട്? അല്ല, നാച്ചുറലിൽ എല്ലാത്തിലും നാച്ചുറൽ ഉണ്ടാവാം. ചിലത് മിസ്ലീഡിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ഇപ്പം 0 ഷുഗർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ 0 ഷുഗർ എന്ന് കൊടുത്താലും അതിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഉണ്ടാവും. ഇപ്പോൾ ഡയറ്റ് കോക്കും ഡയറ്റ് കോളയൊക്കെ ഉള്ളത് 0 ഷുഗർ എന്ന് പറഞ്ഞിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഷുഗർ ഉണ്ടാവില്ല അതിനകത്ത്. ഇപ്പോൾ റിഫൈൻഡ് ഷുഗർ ആണ് നോർമൽ ഷുഗർ എന്ന് പറയുന്നത്. ആ ഷുഗർ ഉണ്ടാവില്ല. ഷുഗറിന് പകരം അവർ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒരുപാടുണ്ട്. സുക്രലോസ് ഉണ്ട്, അസസൽഫേം പൊട്ടാസ്യം എന്ന് പറയുന്നത് സ്വീറ്റ്നർ ഉണ്ട്, അതുപോലെ സ്റ്റിവിയ സ്വീറ്റ്നർ ഉണ്ട്, അതുപോലെ ആസ്പർട്ടൈം എന്ന് പറയുന്ന സ്വീറ്റ്നർ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സ്വീറ്റ്നേഴ്സ് ഉണ്ട്. ആ സ്വീറ്റ്നസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് അവർ പ്രോഡക്റ്റ് ഇറക്കുന്നത്. നോർമലി അത് സേഫ് ആണെങ്കിൽ പോലും അത് വളരെയധികം ചെറിയ ക്വാണ്ടിറ്റിയിലാണ് അവർ ഇടുന്നത്. അതുകൊണ്ടാണ് കാലറി ഇല്ല എന്ന് അവർ പറയുന്നത്. അപ്പം കാലറി കുറവായിരിക്കും. കാരണം റിഫൈൻഡ് ഷുഗർ 10 ടീസ്പൂൺ ഇടുന്നതും ഇതൊരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ആ 10 ടീസ്പൂണിൻ്റെ ഫലമാണ് ഈ 1/2 ടീസ്പൂൺ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് സേഫാണ്, കാലറി ഇല്ല, സേഫാണ്. പക്ഷേ ഇത് റെഗുലർ കൺസംഷൻ ഒരിക്കലും സേഫ് അല്ല. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണെങ്കിലും അത് റെഗുലർ കൺസംഷൻ സേഫ് അല്ല. അപ്പോൾ ഈ 100% നാച്ചുറൽ എന്ന് പറയുന്നത് ഒരിക്കലും 100% നാച്ചുറൽ ആയിരിക്കണം. ഈവൻ ഈ റീസെന്റ് ആർ ദർ എനി എക്സാമ്പിൾസ് ഓഫ് പ്രോഡക്ട്സ്? ഇപ്പോൾ നമ്മൾ എന്താ പറയുക, 100% നാച്ചുറൽ എന്ന് പറയുന്നു, എന്നാൽ വെൻ യു ഗോ ഇൻ ഡെപ്ത് അത് നാച്ചുറൽ അല്ലാത്ത പ്രൊഡക്ട്സുകളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോൾ ഈ റീസെൻ്റ്ലി 2025 ജാനുവരിയിലാണ് FSSAI പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് പ്രോഡക്റ്റിലും 100% എന്ന് പറയുന്ന ഒരു ലേബൽ കൊടുക്കരുത്. അതൊരു മിസ്ലീഡിംഗ് ആണ്. ഒരിക്കലും ഒരു പ്രോഡക്റ്റിലും 100% നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓർഗാനിക് ആണെന്ന് പറയുകയാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ഫാമിൽ ഓർഗാനിക് ചെയ്തെടുക്കുന്ന ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ആണെങ്കിൽ പോലും ഈ സ്ഥലത്തിൻ്റെ ഒരു പരിധിക്ക് അപ്പുറം അവരവിടെ കെമിക്കൽ മണ്ണിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടേക്ക് എഫക്റ്റ് ആവും. അപ്പോൾ ഇതും നമുക്ക് 100% ഓർഗാനിക് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ FSSAI തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് 100% എന്നുള്ളൊരു ലേബൽ ഒരു പ്രോഡക്റ്റിലും ഇറക്കരുത്. ഇപ്പോൾ ഓരോ കമ്പനികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. 100% ഓൾറെഡി അത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു സാധനമാണ് 100%. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ FSSAIയോ അല്ലെങ്കിൽ ഇപ്പോൾ FDA ഒക്കെ പോലുള്ള ബോഡീസ് ഉണ്ടായിരിക്കുമ്പോൾ പോലും ഈ ഇപ്പോൾ ഇവർക്ക് എന്തായാലും ലൈസൻസ് വേണമല്ലോ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് ആ ഒരു ലൈസൻസ് ആയിട്ട് പോകുന്നത്? നമ്മുടെ ഇന്ത്യയിൽ ഒന്നാമത്തത് പോപ്പുലേഷൻ വളരെയധികം കൂടുതലാണ്. ഇൻഡിവിജ്വലായിട്ട് എല്ലാ FSSAI നമ്പറും അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്ന് വെച്ചോ. വേണ്ട, വീട്ടിൽ നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. അവരെങ്ങനെയാണ് FSSAI എടുക്കുക? ഓൺലൈനിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഓൺലൈനിൽ എടുക്കാൻ പറ്റും. അവരാരും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്, കേക്കിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ ഒരിക്കലും നോക്കില്ല. കാരണം സുതാര്യമാക്കിയാലേ ഇന്ന് പറ്റത്തുള്ളൂ. അപ്പോൾ FSSAI ഈ ലൈസൻസ് എന്ന് പറയുന്നത് വളരെ സുതാര്യമാണ്. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതാരും ഒരിക്കലും അവർ ഇവിടെ വന്ന് എന്താണ് ഡീറ്റെയിൽ ആയി നോക്കില്ല. ലാർജ് സ്കെയിലുള്ള കമ്പനികളിലാണ് ഡയറക്റ്റ് വിസിറ്റേഴ്സ് ഉണ്ടാവുക, FSSAI വിസിറ്റേഴ്സ് ഉണ്ടാവുക. ഈ പറയുന്ന വലിയ അല്ലെങ്കിൽ ലാക്സ് ഓഫ് അതെ, ഒരു ബാച്ച് നമ്പറിൽ തന്നെ ചിലപ്പോൾ ടൺസ് ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും ഉണ്ടാക്കുക. അവിടേക്കൊക്കെ ആയിരിക്കും ഓരോ ചെക്കിങ് ഉണ്ടാവുക, വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുക. അല്ലാതെ ചെറിയ കാര്യങ്ങൾക്കൊന്നും വിസിറ്റേഴ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വളരെ സുതാര്യമാണ്. ശരിക്കും അത് സ്ട്രിക്റ്റ് ആക്കണം. ഒരു FSSAIയുടെ കേന്ദ്രത്തുനിന്ന് അല്ലെങ്കിൽ പോലും ആ ഭാഗത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫുഡ് സേഫ്റ്റി എങ്കിലും വന്ന് ചെക്ക് ചെയ്ത് സൈൻ ചെയ്താൽ മാത്രം ലൈസൻസ് കൊടുക്കുന്ന രീതിയിലോട്ട് ഈ നിയമം മാറേണ്ടത്. ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. അതെ. ഓക്കെ. അപ്പോൾ ഐ തിങ്ക് സജിൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഒരു നെക്സ്റ്റ് ജനറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ്റെ പെർസ്പെക്റ്റീവിലായിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചിൽഡ്രൻസിനെ സ്പെസിഫൈ ചെയ്തിട്ട് ഇറക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അത് സ്പെസിഫിക്കലി ഫോർ ചിൽഡ്രൻ, പല ഇന്നത് ഫ്രീ കൊണ്ട് ഇറക്കുന്ന സാധനം. ഇതിൽ പേരൻസ് അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും യൂസ് ചെയ്യുമ്പോഴൊക്കെ? ആദ്യം നമ്മുടെ അഡ്വർടൈസ്മെൻ്റ് ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അഡ്വർടൈസ്മെൻറ്റ് 90% അഡ്വർടൈസ്മെൻറ്റിലും കുട്ടികളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന കുട്ടികൾക്ക് അട്രാക്ഷൻ വരാനും
അവൻ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പാരൻസിനോട് കമ്പൽ ചെയ്യാനോ അല്ലെങ്കിൽ നിർബന്ധിക്കാനും വേണ്ടിയിട്ടാണ്. ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. മാർക്കറ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് ഇത്. അഡ്വർടൈസ്മെൻറ്റിൽ കുട്ടികളെ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ അഡ്വർടൈസ്മെൻറ്റിൽ കൊണ്ടുവരിക, അതിൽ കുട്ടികളെ കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെ സ്വാധീനിക്കലാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. മാത്രമല്ല ഇത് കാണുന്ന വലിയവരിലും ഈ സ്വാധീനം വരുന്നുണ്ട്. കുട്ടികളുള്ള അഡ്വർടൈസ്മെൻ്റ്, ഒരു ചോക്ലേറ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ കുട്ടികളെ ഉൾപ്പെടുത്തുമ്പോൾ ഒബ്വിയസ്ലി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കുട്ടികൾ അത് വേണമെന്ന് പറയും. അപ്പോൾ പാരൻസ് ഒബ്വിയസ്ലി ആ പരസ്യം ആയിരിക്കും അവരുടെ ആദ്യം മൈൻഡിലുണ്ടാവും. അപ്പോൾ ഓക്കെ, അത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അത് എത്രത്തോളം കഴിക്കുന്നു എന്നുള്ളത് ഒരിക്കലും നമ്മൾ കാണില്ല. അപ്പോൾ അതെല്ലാം മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതായത് ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി ഇറക്കുമ്പോൾ അത് എത്രത്തോളം സെയിൽ ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവാദിത്തം കമ്പനിയുടെയാണ്. അപ്പോൾ അതിനവർ മാർക്കറ്റിംഗ് ഏത് തരത്തിലും യൂസ് ചെയ്യും. ചില കൺട്രീസൊക്കെ എനിക്ക് തോന്നുന്നു നോർവേയിലാണെന്ന് തോന്നുന്നു. നോർവേയിൽ ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റിൽ കുട്ടികളെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് നിയമമുണ്ട് അവിടെ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ ആട്ട, എണ്ണ, ബ്രെഡ്, ബ്രൗൺ ബ്രെഡ് നോർമലിനേക്കാളും ബെറ്ററാണ്. അല്ലാതെ സൺഫ്ലവർ ഓയിൽ ഭയങ്കരമായിട്ട് ബെറ്ററാണ്. പാക്കേജ് ആയിട്ടുള്ള ആട്ടാക്കികളൊക്കെ ഹെൽത്തിയാണ് എന്നൊക്കെ പറയുന്ന കുറേ കുറേ ആർട്ടിക്കിൾസും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ചില ഫിറ്റ്നസ് ട്രെയിനേഴ്സും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാരും കോച്ചസൊക്കെ സബ്സ്റ്റാൻഡ് കണ്ടിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ ബ്രൗൺ ബ്രെഡ് അത് നോർമൽ വൈറ്റ് ബ്രെഡ് കാരമലൈസ് ചെയ്തിട്ട് എന്തോ ചെയ്തിട്ടായിട്ടുള്ളൊരു സംഭവം എന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ആയിട്ട് നമ്മുടെ മലയാളികൾ കഴിച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ, പാല് എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ ഡേ ടു ഡേ സാധനമാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൽ അത് കറൻ്റ് ഡേറ്റ് നമ്മുടെ നാട്ടിലുള്ള തന്നെ പ്രൊഡക്ട്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല പ്രൊഡക്ട്സ് എന്ന് പറയാൻ പറ്റുന്ന പ്രൊഡക്ട്സും അതല്ലാന്നുണ്ടെങ്കിൽ കെമിക്കൽസ് വരുന്ന പ്രൊഡക്ട്സും എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു എണ്ണ. എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ദർ വാസ് എ ഡിബേറ്റ് ദാറ്റ് ഐ വാസ് വാച്ചിങ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ പലതരം എണ്ണകൾ വെച്ചിട്ട് കമ്പയറിങ് ഈ സൺഫ്ലവർ ഓയിൽ, പാം ഓണിയൻ ഒക്കെ ആയിട്ട് വെച്ചിട്ടായിട്ട് എന്നിട്ട് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു സൈഡ് എന്താണ് സൺഫ്ലവർ ഗുഡാണ്, കോക്കനട്ട് പാം ഓയിൽ വെട്ടണം പറഞ്ഞിട്ടുള്ള വേറെ സംഭവങ്ങൾ കാണാം. ഇതിൽ ഓയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഓയിൽസ് ഒരിക്കലും നമുക്ക് ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് തിങ്ക് ചെയ്താൽ മതി. ഓയിൽസ് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി ഒക്കെ പറയുന്നുണ്ടാവും. ഇതെല്ലാം സിന്തറ്റിക് വൈറ്റമിൻസ് ആണ്. ഒരിക്കലും അതിനകത്ത് വൈറ്റമിൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവർ കൊടുക്കുന്ന പ്രകാരം ഉള്ള സൺഫ്ലവർ ഓയിലിൽ ഒരിക്കലും വൈറ്റമിൻസും മിനറൽസും ഉണ്ടാവില്ല. ഇതെല്ലാം സിന്തറ്റിക് ആണ്, അവർ ആഡ് ചെയ്യുന്നതാണ്. ആഡ് ചെയ്താലേ ആ സൺഫ്ലവർ ഓയിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ സീഡിൻ്റെ 1 കിലോ സൺഫ്ലവർ സീഡിൻ്റെ പ്രൈസ് എന്താ അറിയാവോ? 1000. ഏകദേശം ഒരു എങ്ങനെ ഹോൾസെയിൽ എടുത്താലും ഒരു 200 എന്തായാലും വരും. എത്ര ഹോൾസെയിൽ ബൾക്കായിട്ട് എടുത്താലും കൃഷിക്കാരനിൽ നിന്ന് ഡയറക്റ്റ് എടുത്താലും 200 രൂപ ഏറ്റവും താഴെയാണ് കിലോക്ക്. കിലോ മേ ബി അത് റീറ്റെയിൽ വാങ്ങിക്കുമ്പോൾ അതിനനുസരിച്ച് കൂടും. ചിലപ്പോൾ 500, 300 അല്ലെങ്കിൽ 1000 വരെ പോകാൻ സാധ്യതയുണ്ട് ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട്. നമുക്കൊരു 200 തന്നെ വെച്ചിട്ട് എടുക്കാം. 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ, ഓയിലാക്കി മാറ്റണമെങ്കിൽ 3 കിലോ സീഡ് വേണം. ഓക്കെ, 600 രൂപ. 600 രൂപ സീഡിന് പ്രൊഡക്റ്റിന് മാത്രം വേണം. അതായത് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റിന് മാത്രം വേണം. ഇത് പ്രോസസ്സ് ചെയ്ത് കമ്പനിയിൽ വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് ഇവർക്ക്. ഇത് പ്രോസസ്സ് ചെയ്ത് ഇത് പാക്ക് ചെയ്ത് പാക്കിംഗ് കോസ്റ്റ്, ഇത് ഡിസ്ട്രിബ്യൂഷനിലെത്തി, റീറ്റെയിലെത്തി, കസ്റ്റമറുടെ കയ്യിൽ. ഇന്ന് കസ്റ്റമർ 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ വാങ്ങിക്കുന്നത് 150 രൂപയ്ക്കാണ്. എങ്ങനെ കിട്ടും? 600 രൂപ അതിൻ്റെ മെയിൻ ആക്ച്വൽ കോസ്റ്റ്, അതിൻ്റെ എന്താണോ ഇൻഗ്രീഡിയൻറ്റ് ആ സാധനത്തിന് മാത്രം കോസ്റ്റ് വരുന്നത് 150 രൂപയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അത് തന്നെ ചിന്തിക്കുന്നത് മേ ബി അതിൽ അഡൾട്രേഷൻ ഉണ്ടാവാം. നമുക്ക് ആധികാരികമായിട്ട് ഇപ്പോഴും പറയാൻ പറ്റില്ല. ഇതൊരു കോമൺ ഫാക്ട് മാത്രമാണ്. ഇതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ വിശദമായിട്ട് അതിൻ്റെ ലാബ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ലാബിൽ പൂനെയിലോ അല്ലെങ്കിൽ മൈസൂരിലോ ഉള്ള അക്രഡിറ്റഡ് FSSAI ലാബിൽ ടെസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവുള്ളൂ ഇതിനകത്ത് എത്രത്തോളം അഡൾട്രേഷൻ ഉണ്ടെന്ന്. പക്ഷേ ഈ ലാബിൽ കൊടുക്കുമ്പോൾ ലാബിൻ്റെ ആ ഒരു കോസ്റ്റ് ഉണ്ട്. അത് ഭയങ്കര ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കോസ്റ്റാണ്. അപ്പോൾ ഒരിക്കലും സാധാരണക്കാരൻ ചെയ്യില്ല. ഇപ്പം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും ആ കാണുന്ന പോലെയാണ് ഇവർ വാങ്ങിക്കുന്നതൊക്കെ. അപ്പോൾ അതിൽ ഒരു നല്ല രീതിക്ക് ഈ സൺഫ്ലവർ ഓയിലായാലും ശരി, പാം ഓയിലായാലും ഭയങ്കര അഡൾട്രേഷൻ ഇന്ന് കാണുന്നുണ്ട്. ഇറ്റ്സ് ദ ബെസ്റ്റ് ഓയിൽ ടു യൂസ്. ബെസ്റ്റ് ഓയിൽ കോക്കനട്ട് ഓയിൽ തന്നെയാണ് നാട്ടിലെ. അതിലും ഇപ്പോൾ അഡൾട്രേഷൻ വരുന്നുണ്ട്. അഡൾട്രേഷൻ ഇല്ലാത്ത കോക്കനട്ട് ഓയിലാണ് ബെസ്റ്റ്. പിന്നെ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം. വാങ്ങിക്കാം. അതെ, ഒലീവ് ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ മലയാളം എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനൊരു ടേസ്റ്റ്. അതെ, അതെല്ലാവർക്കും പറ്റില്ല. കാരണം ഒലീവ് ഓയിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ സാലഡ്സിന് യൂസ് ചെയ്യുന്ന ഒലീവ് ഓയിൽ വേറെയാണ്, കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഒലീവ് ഓയിൽ അതിലൊരു വേറൊരു
ഗ്രേഡിൽ വരുന്നതാണ്. അപ്പം അത് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടില്ല, കാരണം നമുക്ക് ശീലമുള്ള വേർജിൻ എന്നൊക്കെ പറയുന്നതിൽ അതങ്ങനെ തന്നെ ആയിരിക്കാം. അത് നമുക്ക് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ അത് ടെസ്റ്റ് എടുക്കണം. ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ആധികാരികത നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് എന്ത് ഓയിലാണ്, എത്ര മിക്സിംഗ് ഉണ്ട്, മിനറൽ ഓയിൽ മിക്സിംഗ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരളത്തിൽ എത്രയോ ലിറ്റർ കോക്കനട്ട് ഓയിൽ പിടിച്ചിട്ടുണ്ട് മിക്സിംഗ്, മിനറൽ ഓയിൽ മിക്സിംഗ്. മിനറൽ ഓയിൽ എന്ന് പറയുമ്പോൾ മിനറൽ ഓയിൽ ഒരു പെട്രോളിയത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഓക്കെ. മിനറൽ ഓയിൽ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ബാക്കിൽ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും മിനറൽ ഓയിൽ എന്നത്. പാരഫിൻ, ലിക്വിഡ് പാരഫിൻ എന്ന് പറയുന്നത്, പാരഫിൻ ലിക്വിഡാണ് അത് ആക്ച്വലി മിനറൽ ഓയിൽ. അതിന് കുറേ ഗ്രേഡുകളുണ്ട്, ABC എന്നൊക്കെ പറഞ്ഞ കുറേ ഗ്രേഡുകളുണ്ട്. ഇതാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ഈ മിക്സ് ചെയ്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല സാധാരണ. ആ ഓയിലിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിറമോ മണമോ ഇല്ല ആ ഓയിലിന്. മാത്രമല്ല ആ ഓയിൽ എന്തിൻ്റെ കൂടെ ചേരുന്നോ അത് അതായി മാറും. ലൈക്ക് വാട്ടർ. അതുപോലെ തന്നെ വാട്ടറും അല്ല, വാട്ടർ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ ഈ ഓയിൽ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ കൂടെ ചേർന്ന് അത് വെളിച്ചെണ്ണയായി മാറും. ഓക്കെ. സൺഫ്ലവർ ഓയിൽ ചേർന്ന് കഴിഞ്ഞാൽ സൺഫ്ലവർ ആയത്. ഈ ബ്രാൺ ഓയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൺ ഓയിലായി മാറും. അപ്പോൾ അങ്ങനെ മിക്സിങ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അഡൾട്രേഷനാണ് ഓയിൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഞാനൊരു ജനറലായിട്ട് ഐ തിങ്ക് സമ്മറൈസ് ചെയ്യാനായിട്ട് ഒരു സംഭവം ചോദിക്കുകയാണ്. പക്ഷേ നമ്മൾ ആസ് എ മലയാളി നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ, വീട്ടിൽ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ നമ്മൾ തിരിച്ചു നോക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വാങ്ങിക്കുന്ന ഒരു ശീലം ഇല്ല. ഇനി അതിൽ നിന്ന് പക്ഷേ അങ്ങനെ നാളെ തൊട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ടാണ്. എന്തൊക്കെ റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ എന്തൊക്കെ എലമെന്റ്സ് നമ്മൾ റെഡ് ഫ്ലാഗ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് നോക്കുന്നു? ഒരിക്കലും നമുക്ക് അതിന് പെർട്ടിക്കുലർ ആയിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈവൻ ഇപ്പോൾ FSSAIക്ക് പോലും അത് പറയാൻ പറ്റത്തില്ല. ഡേ ബൈ ഡേ ഓരോ കെമിക്കൽസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്രത്തോളം കെമിക്കൽസ് വരുന്നുണ്ടെന്നുള്ളത് FSSAIക്ക് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരും ഡേ ബൈ ഡേ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാളെ എന്ത് വരും, ഇപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻ്റ് തന്നെ പല പേരുകളിൽ അറിയപ്പെടാം. അപ്പോൾ ഹൗ ടു ഷോപ്പ്? അല്ല, അതിന് നമുക്കത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഇപ്പോൾ ഈവൻ ഷുഗർ ആണെന്ന് വെക്കാം. ഷുഗർ പല പേരുകൾ, ആക്ച്വലി ഷുഗറിന് മാത്രം 293 പേരുകളുണ്ടെന്നാണ് പറയുന്നത്. ഷുഗറിന് മാത്രം, അതായത് ഡെക്സ്ട്രോസ്, ലിക്വിഡ് ഗ്ലൂക്കോസ്, കോൺ സിറപ്പ്, അങ്ങനത്തെ ഇതെല്ലാം ഷുഗറിൻ്റെ മറ്റൊരു ഭാവങ്ങളാണ്. ഈ പേരുകളിലായിരിക്കും. ചിലപ്പോൾ ഷുഗർ എന്നുള്ള പേരുകളിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ലിക്വിഡ് ഗ്ലൂക്കോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെ പല പേരുകളിലായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പഠിക്കാൻ പറ്റില്ല. ഇതിന് കോഴ്സിന് പോകേണ്ടി വരും, എന്നാലേ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയായിരിക്കും ഒരാൾക്ക്? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ പേര് ട്രൂത്ത് ഇൻ എന്നാണ്. ട്രൂത്ത് ഇൻ പ്ലേ സ്റ്റോറിലും ഇതിൽ അവൈലബിൾ ആണ്. ഒരു പരിധി വരെ നമുക്ക് ആ ആപ്ലിക്കേഷൻ വലിയ ഗുണമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ആ ആപ്പിനെ കുറിച്ചിട്ട് ആ ആപ്പിൽ നമുക്കൊരു ബാർകോഡ് സ്കാൻ ചെയ്യാൻ പറ്റും. ഏത് പ്രോഡക്റ്റിൻ്റെ ബാക്കിൽ ഒരു ബാർകോഡ് ഉണ്ടാവും, നമ്പേഴ്സ്. ആ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ ആപ്പ് എടുത്തിട്ട് ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൽ എന്തൊക്കെയാണുള്ളത്, അതിലെന്തൊക്കെയാണ് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ളത്, അതിൽ റെഡ് ഫ്ലാഗ്, ഇപ്പോൾ ബ്രോ സൂചിപ്പിച്ച പോലെ തന്നെ റെഡ് ഫ്ലാഗ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാം. ഓക്കെ. ഇനി ഈവൻ നമുക്ക് ഓരോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഏജ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഹെൽത്ത് എന്തെങ്കിലും, ഇപ്പോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ പ്രഷർ BP അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ എടുത്തത് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമുക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളതും കൂടെ അത് പറയും. ഓക്കെ, നൈസ്. അത് നമുക്ക് ഏജ് വൈസ് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ മുതൽ ഈവൻ സീനിയർ സിറ്റിസൺ വരെയുള്ള ആളുകൾക്കും ഏജ് ഗ്രൂപ്പ് നമുക്ക് പ്രൊഫൈൽ ചെക്ക് ചെയ്യാം, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് യൂസ്ഫുൾ ആണോ, അത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈവൻ ഒരു ബിസ്ക്കറ്റ് എടുത്താൽ പോലും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കണോ, കുട്ടികൾക്ക് കഴിച്ചാൽ എത്രത്തോളം ഫാറ്റ് കയറും, എത്രത്തോളം ന്യൂട്രീഷൻ വാല്യൂ അതിനകത്തുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിലും നമുക്കതിൽ കിട്ടും. അത് ഭയങ്കര ഒരു ഇനീഷ്യേറ്റീവ് പ്രോഗ്രാമാണ്. ഫ്രീ ആണോ? ഫ്രീ ആണ്. പക്ഷേ ഇപ്പോൾ അവർ ജസ്റ്റ് ഒരു പേയ്മെൻറ്റ് ഉണ്ട് അതിനകത്ത്, പക്ഷേ വളരെ തുച്ഛമായിട്ടുള്ള പേയ്മെൻ്റ് ആണ് ഉള്ളത്. അത് നമുക്ക് അക്കോർഡ് ചെയ്യാൻ 1 ഇയറിലൊക്കെ വളരെ ചെറിയൊരു പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. നൈസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൃഷി ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് തന്നെ ആയിരിക്കും. അല്ല, അങ്ങനെയല്ല. നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ കഴിക്കുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മുടെ പ്രശ്നം. ലിമിറ്റ് ആരും ചെയ്യുന്നില്ല എന്നുള്ളത്. അൺലിമിറ്റഡ് ആണ്. ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത് എല്ലാം അൺലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കുകയാണെങ്കിൽ പോലും ആ ബിസ്ക്കറ്റ് കഴിക്കേണ്ട ക്വാണ്ടിറ്റി, സെർവിങ് സൈസ് കമ്പനി പറഞ്ഞിരിക്കുന്നത് 2 എണ്ണമാണ്, അല്ലെങ്കിൽ 1 എണ്ണമായിരിക്കും. ക്രീം ബിസ്ക്കറ്റൊക്കെ കൂടുതൽ ക്രീം ബിസ്ക്കറ്റുകളും 1 എണ്ണമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് കമ്പനി നിർദ്ദേശിച്ചിട്ട് ഒറ്റ
ഒരു 8 എണ്ണമാണ് സെർവിങ് സൈസ്. പക്ഷേ ഒരു കുട്ടികളുടെ അടുത്ത് നിന്ന് ഒരു പാക്കറ്റ് കൊടുത്താൽ അവനത് കാലിയാക്കാൻ വളരെ നിമിഷ നേരം കൊണ്ട് അവൻ കാലിയാക്കി. പോട്ടെ ഇപ്പം മിൽക്ക് ബിക്കീസ് ഒക്കെ വലിയവരുണ്ട് പിന്നെ തീർച്ചയായും അത്രയേ ഉള്ളൂ. ഞാൻ തീർക്കൂലേ അത്രയേ ഉള്ളൂ. അതൊക്കെയാണ്, അത് നമുക്ക് കൂടുതലാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ആകെ ഒരു ലിവറും 2 കിഡ്നിയും ഒരു പാൻക്രിയാസ് ഒക്കെ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയാൽ ഏത് പ്രൊഡക്റ്റും നമുക്ക് കഴിക്കാം. കഴിക്കാതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിക്കാം, ലിമിറ്റേഷൻസ് ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ജനറേഷൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അടുത്ത ഡൊമൈനിലേക്ക് പോവാണ് വെച്ചോ. ഐ തിങ്ക് അനദർ തിങ് ദാറ്റ് ഐ ഹാവ് ഹേർഡ് യു സ്പീക്ക് അബൌട്ട് ഇസ് കോസ്മെറ്റിക്സ്, ഫാർമ ആൻഡ് സ്റ്റഫ്. ഇപ്പോൾ നമ്മുടെ അനദർ തിങ് ദാറ്റ് ഐ ഹേർഡ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ടേസ്റ്റിന് ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. കൊക്കോകോല, പെപ്സി, സംഭവമാണ് ഇവിടുന്ന് കുടിക്കുന്നതും പുറത്തൊക്കെ കുടിക്കുന്ന തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതെ, സെയിം ഡയറി നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. ഡയറി മിൽക്ക് വേണ്ട കഴിക്കുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ഉണ്ടാണ്. അത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്? ഇതിൽ ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട്. രണ്ട് കൺട്രിയിലും വ്യത്യാസമുണ്ട്. ഓക്കെ, എല്ലാ ഇൻഗ്രീഡിയൻസും ലോകത്തിലെ കൺട്രോൾ ചെയ്യുന്നത് കോഡെക്സ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, കോഡെക്സ് സ്റ്റാൻഡേർഡിന് അണ്ടറിലാണ് ഈ ഇൻഗ്രീഡിയൻസും ന്യൂട്രീഷൻ ഇൻഫർമേഷനും എല്ലാം വരുന്നത്. ഓരോ രാജ്യത്തും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ആ രാജ്യത്തിൻ്റെ രീതിക്കനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഡയറി മിൽക്ക് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ വാങ്ങിക്കുന്ന ഡയറി മിൽക്കും ഇപ്പോൾ US അല്ലെങ്കിൽ UK വാങ്ങിക്കുന്ന ഡയറി മിൽക്കും തമ്മിൽ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UK ഒരിക്കലും പ്രൈസ് നോക്കി അവർ ചൂസ് ചെയ്യില്ല ഒരു പ്രോഡക്റ്റും. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഏറ്റവും ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ടും ഇവിടെ എല്ലാവരും കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ നോക്കുന്നതും പ്രൈസാണ്. അതുകൊണ്ടാണ് ഇവിടെ സാഷെ കൾച്ചർ വരുന്നത്. നിങ്ങൾ നോക്കിയിട്ട് UK 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ബൂസ്റ്റ് കിട്ടില്ല. 1 രൂപയ്ക്കും 2 രൂപയ്ക്കും സാഷെ ഷാംപൂസ് കിട്ടില്ല. അതെല്ലാം ഇവിടെ കിട്ടുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് പോലും ഇവിടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനികൾ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഇറക്കുന്നത്. നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. 1 രൂപൻ്റെ 10 എണ്ണം വാങ്ങിക്കുമ്പോഴും ഒരു ബോട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ ഇതായിരിക്കും കൂടുതലുണ്ടാവുക. കാരണം ഇത് കൂടുതൽ ആളുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രൈസ് നോക്കി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കൾച്ചർ വരുന്നത്. ഇനി ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ ഏത് ചോക്ലേറ്റിലാണെങ്കിലും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൊണ്ടുവരാൻ ഇവിടെ ഒരു 2-3 ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിയാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കൂടുതലായിട്ടും ചേർക്കുന്നത് റിഫൈൻഡ് ഷുഗർ, റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രാക്ഷനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് എന്ന് പറയും. ഈ ഫാറ്റും ചെറിയ അളവിൽ കൊക്കോ പൗഡറും ചേർത്തിയാൽ ചോക്ലേറ്റിന് മാറ്റി നിർത്താം. നമുക്ക് സെയിം ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് മാറ്റി നിർത്താം. പ്യുവർ കൊക്കോ, പ്യുവർ ചോക്ലേറ്റിനെ നമുക്ക് മാറ്റി നിർത്താം. പ്യുവർ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അതായിരിക്കും ഇന്ത്യയിലുള്ള പ്രോഡക്റ്റിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. നിങ്ങൾ അതേ സെയിം പ്രോഡക്റ്റ് അത് ലീഗലാണ്. ഇവിടെ അതിന് പ്രശ്നമില്ല, അത് നമുക്ക് യൂസ് ചെയ്യാം. അവിടെയും അത് ലീഗലാണ്. പക്ഷേ അവിടെ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് സേഫ്റ്റി ആണെങ്കിലും എല്ലാം സെയിൽ ചെയ്യാൻ അവിടെ അനുവദിക്കുള്ളൂ. ഇപ്പോൾ യൂറോപ്യൻ കമ്മീഷൻ ആണെങ്കിലും അത് ഭയങ്കര വലിയൊരു റൂൾ ഉണ്ട്. അവരുടെ യൂറോപ്യൻ കമ്മീഷൻ്റെ തന്നെ വലിയൊരു ഇതുണ്ട്. അതിന് ബ്രേക്ക് ചെയ്തിട്ട് അവർക്ക് ഏതൊരു കമ്പനിക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് ബ്രേക്ക് ചെയ്താലും നമ്മുടെ നിയമം ഭയങ്കര സുതാര്യമാണ് ശരിക്കും. അപ്പോൾ അത് ബീറ്റ് ചെയ്ത് പോകുക എന്നുള്ളത് ഇവിടുത്തെ കമ്പനിക്കാർക്കും അറിയാം. ഇപ്പോൾ മാഗി 2015 ന്യൂഡൽഹി ഹൈക്കോർട്ട് ബാൻ ചെയ്ത ഒരു സാധനമാണ് മാഗി നൂഡിൽസ്. അത് ബാൻ ചെയ്ത് മാർക്കറ്റിൽ നിന്നെല്ലാം തിരിച്ചു വിളിച്ചു. അവർക്ക് എന്നിട്ട് ആ നിയമം അവർക്ക് ഫൈൻ കൊടുത്ത് 20 lakhs ആണ് ഫൈൻ കൊടുത്തത്. 20 lakhs എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാഗിക്ക് ചായ കാശ് 2 മിനിറ്റിൻ്റെ ചായ 20 lakhs അവരത് കൊടുത്ത് ഇന്നും ലീഡിങ് ഫസ്റ്റ് നിൽക്കുന്ന ഒരു ബ്രാൻഡാണത്. ഞാൻ ബ്രാൻഡിനെ അല്ല പറയുന്നത്. പക്ഷേ ഇതാണ് നമ്മുടെ നിയമം. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നോർവേയിലോ ഫിൻലാൻഡിലോ UK എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, അഡൾട്രേഷൻ കണ്ടെത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ദോഷകരമായി വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് പിന്നെ അവിടെ ഇറക്കാൻ പറ്റത്തില്ല. ഇത് കമ്പനികൾക്കും അറിയാം. അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ ലോ ഫോമും എല്ലാം ഇവർ വളരെ വ്യക്തമായി പഠിച്ചിട്ടാണല്ലോ ഓരോ പ്രോഡക്റ്റും അവിടെ ആ കൺട്രിയിൽ ഇറക്കുന്നത്. അപ്പം നമ്മുടെ നിയമം കർശനമാക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ നിയമം കർശനമായാലേ ഇവിടെ നല്ല ഫുഡുകളും അല്ലെങ്കിൽ നല്ല സാധനങ്ങളും നമുക്ക് കിട്ടുള്ളൂ. സോ ഇപ്പം ബ്യൂട്ടി പ്രൊഡക്ട്സ്, കോമൺ ബ്യൂട്ടി പ്രൊഡക്ട്സ് നമുക്ക് ഒരിക്കലും നമ്മൾ ജനറൽ നാട്ടിൽ കാണുന്ന നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള പ്രൊഡക്ട്സ് വെക്കുന്നത് ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രൊഡക്ട്സ്, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ. അത് നമുക്കിപ്പോൾ പണ്ട് അത് ഈ പാരബനും അതുപോലെ തന്നെ SLS അതുപോലുള്ള
കണ്ടന്റുകളൊക്കെ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പാരബൻ ഫ്രീ അല്ലെങ്കിൽ SLS ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കോസ്റ്റ്യൂംസ് അറിയുന്നത്. പക്ഷേ കോസ്റ്റ്യൂമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കോസ്റ്റ്യൂം റെഗുലേഷൻ അത്ര സ്ട്രിക്റ്റ് അല്ല. കോസ്മെറ്റിക് പ്രോഡക്റ്റിന് അത്ര സ്ട്രിക്റ്റ് അല്ല. കാരണം ആർക്ക് വേണമെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. അതിനൊരു ജസ്റ്റ് ഒരു ലൈസൻസ് മാത്രം എടുത്താൽ മതി. പിന്നെ കൂടുതലായിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് അതിനകത്ത് കോസ്മെറ്റിക് റെഗുലേഷൻ ആണ്. കാരണം എല്ലാ കാര്യവും അങ്ങനെ ചെയ്യേണ്ടതാണ്. മറ്റുള്ള ഒരാൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ മൈലാഞ്ചി മറ്റതൊക്കെ പൊടിച്ചിട്ട് ഇന്ന് വീടുകളിൽ കൊടുക്കുന്നുണ്ട്, തലയിൽ തേക്കാനും ഇതിനൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ ഒരു റെഗുലേഷനും എടുത്തിട്ടല്ല ഇത് ചെയ്യുന്നത്. എല്ലാവരും ശരി, അത് നാച്ചുറൽ ആണെങ്കിൽ എല്ലാവർക്കും ചേരണമെന്നില്ല. പലരുടെയും സ്കിൻ ഇപ്പോൾ കോസ്മെറ്റിക് എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സൺസ്ക്രീൻ ആണെങ്കിലും എന്താണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് അതിന് ചേരുവോ എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ടായിരിക്കണം അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ വേണോ എന്നുള്ളത് തീരുമാനിക്കാൻ. ഇത് എല്ലാ കോസ്മെറ്റിക്സിൻ്റെ പ്രോഡക്റ്റുകളിലും എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ഇതൊന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കിന്നിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഈവൻ ഏത് മോയ്സ്ചറൈസർ ക്രീമിലാണെങ്കിലും സൺസ്ക്രീനിലാണെങ്കിലും ഇതൊരു കോഷനായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ നിർദ്ദേശം വായിച്ചു നോക്കേണ്ടതാണ്. കാരണം എല്ലാവരുടെ സ്കിന്നിലും ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ചേരില്ല. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ മാത്രം, ഒന്നില്ലെങ്കിൽ അത് ഡെർമറ്റോളജി ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഡെർമാറ്റിനെ കണ്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജസ്റ്റ് സ്കിൻ ഇപ്പോൾ ഫേസിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ റെപ് ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നെക്കിലോ എവിടെയെങ്കിലും ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് എല്ലാ കമ്പനിക്കാരും പറയുന്നതാണ്. അവരുടെ പ്രോഡക്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ സ്കിൻ വൈറ്റ്നസ് നമുക്ക് പറഞ്ഞ കുറേ സാധനങ്ങൾ കാണാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് അല്ല, വൈറ്റനിങ് ക്രീം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വേണ്ട എന്നുള്ളതാണ് എൻ്റെ. അത് നമ്മുടെ രാജ്യത്തെ ആളുകളുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു നിറത്തിൻ്റെ രാഷ്ട്രീയമാണ് അവിടെ പറയുന്നത്. വൈറ്റനിങ് ക്രീം എന്തിനാണ് ബ്ലാക്ക് ആയ എന്താ പ്രശ്നം? നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സ്കിന്നാണ്, നമ്മൾ വരുത്തിയതല്ലോ. നമുക്ക് ഇന്ന സ്കിന്ന് മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയതല്ലോ. ജനിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന സ്കിന്നിനെ നമുക്ക് എന്തിനാ മാറ്റേണ്ട കാര്യം? അത് ഇവിടുത്തെ ജനങ്ങൾ ആ ഒരു നിറത്തിൻ്റെ മാറ്റി നിർത്തപ്പെടലിൻ്റെ ഒരു വലിയൊരു ഭാഗമാകുന്നതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ഉള്ളവരും ഈ വൈറ്റനിങ് ക്രീമിലേക്ക് വരുന്നതും. ഈ ഒരു എന്താ പറയുക, അതിന് ഒരു വേർഡ് പറയും ആക്ച്വലി. ഈ ഒരു രാഷ്ട്രീയം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് വൈറ്റനിങ് ക്രീം പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഈ മോയ്സ്ചറൈസിങ് ക്രീം സ്കിന്നിൽ ഡ്രൈ ആവുന്നു അതിനൊക്കെ നമുക്ക് ക്രീം യൂസ് ചെയ്യാം. വൈറ്റനിങ് ക്രീം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. അതെ. ഞാൻ വേറൊരു ആർട്ടിക്കിൾ ന്യൂസ് ഹെഡ്ലൈൻ അതായത് ഏതോ ഒരു വെരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബ്രാൻഡിന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലുള്ള 130 മെഡിസിൻസ് ബാൻ, അതായത് എന്തായിരുന്നു, നോൺ തിരിച്ചു വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മെഡിസിൻ കമ്പനീസിന് ശരിക്കും ഏറ്റവും കൂടുതൽ റെഗുലേഷൻ ഉള്ള സംഭവങ്ങളല്ലേ? അതെ. അപ്പോൾ ഈ മെഡിസിൻ്റെ എന്താണ് ആക്ച്വലി മെഡിസിൻ വാങ്ങിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മെഡിസിൻ ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആസ് പെർ ഡ്രഗ് കൺട്രോൾ റൂൾ പ്രകാരം മെഡിസിനിൽ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്യണം നിർബന്ധമില്ല. അത് ഇന്ത്യയുടെ നിയമമാണ്. ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് നോക്കിയോ ആ മെഡിസിൻ കാറ്റഗറിയിൽ വരുന്നത് കൊണ്ടാണ് സാനിറ്ററി പാഡ്സിൽ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്യാത്തത്. നിങ്ങൾ ഏത് സാനിറ്ററി പാഡാണെങ്കിലും അതിൽ നോക്കിയാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഇൻഗ്രീഡിയൻസ്? അത് ഈ മെഡിക്കൽ കാറ്റഗറി അതിൻ്റെ മോളിക്കൂൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നിയമമാണത്. ഇപ്പോൾ ആയുർവേദിക്കിലാണെങ്കിലും നിർബന്ധമില്ല, മെൻഷൻ ചെയ്യാൻ. എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ച് എന്തെങ്കിലും പറ്റിപ്പോയാൽ അതിന്റെ റെസ്പോൺസ്, കാരണം ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡോക്ടറാണല്ലോ. അത് പൂർണ്ണമായും ഡോക്ടറെ അടിസ്ഥാനമായിട്ട് ഇരിക്കും അത്. അപ്പോൾ ഫാർമ ശരിക്കും സ്ട്രിക്റ്റ് അല്ല ഇവിടെ. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, CDSCO അതായത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ റീസെൻ്റ്ലി ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ 130 മെഡിസിൻസോളമാണ് അവർ ഒരൊറ്റ മാസം, ജൂൺ മാസത്തെ മാത്രം റിപ്പോർട്ടാണത്. ഇത് എടുത്തിരിക്കുന്നത് അവർ കൊണ്ടുപോയി കൊടുത്ത് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകളല്ല, റാൻഡമായിട്ട് ഡ്രഗ് കൺട്രോൾ ബോർഡ് ഓരോ ഷോപ്പുകളിൽ നിന്നും ഡിസ്ട്രിബ്യൂഷനുകളിൽ നിന്നും റാൻഡമായിട്ട് എടുത്ത പ്രൊഡക്റ്റാണ്. സെയിലിന് വെച്ച പ്രൊഡക്റ്റാണ്. ഈവൻ ജനൌഷധിയുടെ പ്രൊഡക്റ്റ് പോലും അതിനകത്തുണ്ട്. ഒരു പാരസെറ്റമോൾ പോലും അതിനകത്തുണ്ട്. അവിടെ നിന്ന് എടുത്ത പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നോട്ട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയും സ്ട്രിക്റ്റ് റെഗുലേഷൻ പോകുന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻ ഒന്നും മാർക്കറ്റിൽ വരില്ലല്ലോ. എങ്ങനെയാണ് മാർക്കറ്റിൽ വന്നത്? അതും 130 മെഡിസിൻ എന്ന് പറയുന്നത് വളരെ ചില്ലറയായിട്ട് കാണരുത്. ഓരോ ബാച്ച് നമ്പറാണ് ഈ എടുത്തിരിക്കുന്നത്.
അപ്പോൾ ആ ബാച്ച് നമ്പറിലാണ് പിടിച്ചതെങ്കിൽ ആ ബാച്ച് മുഴുവൻ മാറ്റപ്പെടേണ്ടതാണ്. ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ചിലപ്പോൾ കോടിക്കണക്കിന് പ്രോഡക്റ്റ് ആയിരിക്കും. ഈവൻ ഒരു പാരസെറ്റമോൾ ആണെങ്കിലും എത്ര മെഡിക്കൽ ഷോപ്പിൽ ആ ബാച്ച് നമ്പർ ഉണ്ടാവും. പാരസ്റ്റമോൾ നമ്മളിങ്ങനെ മിഠായി കഴിക്കുന്ന സാധനമല്ലേ. അപ്പോൾ അതിൽ പോലും അഡൾട്രേഷൻ വരുന്നു എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരൻ മരുന്ന് കഴിക്കാം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കഴിക്കുക എന്നുള്ളത് തന്നെ നിവൃത്തിയുള്ളൂ. അല്ലാതെ ഒരു രക്ഷയില്ല നമുക്ക്. അസുഖം വരാതെ നോക്കുക അതെ എന്നുള്ളതാണ്. പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ അതെ ട്രീറ്റ്മെന്റ് അതെ ഉള്ളതിനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അൾട്ടിമേറ്റ് ഇതെല്ലാം പോകുന്നത് റൂട്ട്സിലേക്കാണ്. റൂട്ട്സിലാണ് പഴയ ശീലങ്ങള്, അതെ പഴയ രീതികള്, സമ്പ്രദായങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, നേരത്തെ നമ്മള് ആഡ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതിനോട് തന്നെ ഞാൻ ഇതായിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമ്മുടെ ബ്രാൻഡ്സ് നമ്മൾ ആക്ച്വലി മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ബ്രാൻഡ്സ് ഒക്കെ വെച്ചിട്ട് മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. മിസ്ലീഡിങ് ഈ പറയുന്ന ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഉണ്ടാവും അതിനകത്ത്. പിന്നെ ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ടോയ്സ് എന്തെങ്കിലും കിട്ടിയും. അപ്പോൾ മേ ബി ആ ടോയ്സിന് വേണ്ടിയിട്ടായിരിക്കും ചോക്ലേറ്റ് വാങ്ങിക്കുക. ഇപ്പോൾ ഒരു ചെറിയൊരു, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ ടോയ്സ് കൊടുക്കുന്നുണ്ട്. വളരെ കുട്ടികൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണ്. ആ ടോയ്സിന് വേണ്ടിയിട്ടാണ് അവർ ആ ക്യാൻഡി വാങ്ങിക്കുന്നത്, ക്യാൻഡി കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ശരിക്കും അതിൻ്റെ വിഷ്വൽ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് നോക്കിയാൽ കണ്ടാവും ആ ടോയ് ഒരുപാട് ഡാൻസ് ചെയ്യുന്നതും ആ ടോയ് പറക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിഷ്വലൈസേഷനാണ് കാണിക്കുക. അപ്പോൾ കുട്ടികൾ ഈ വിഷ്വലൈസേഷനിൽ അഡിക്റ്റ് ആയിട്ടാണ് ഈ ടോയ് വേണമെന്ന് പറയുന്നത്. ആക്ച്വലി ആ ടോയ് വളരെ ചെറുതാണ്, അതുകൊണ്ടൊന്നും വലിയ ഉപകാരമൊന്നുമില്ല. ഈവൻ ഏത് വീട്ടിലാണെങ്കിലും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 1 ടൈം 2 ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ കിടക്കും. ചിലപ്പോൾ കസേരയുടെ അടിയിലോ എവിടെയെങ്കിലും ടോയിൻ്റെ ബോക്സ് തൂത്ത് വരുമ്പോൾ അത്രേ ആയുസുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ, അതിനാണ് ഈ കുട്ടികളെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് കൂടുതൽ. അപ്പോൾ അഡ്വർടൈസ്മെന്റ്സ് ഇല്ലാത്ത ബ്രാൻഡ്സ് വാങ്ങിക്കുന്നത് ബെറ്റർ ആണോ? അല്ല, അങ്ങനെയില്ല. അഡ്വർടൈസ്മെന്റ് ഉള്ളത് നല്ലത് ഉണ്ടാവുമായിരിക്കാം, പക്ഷെ മിസ്ലീഡിങ് നമ്മൾ തിരിച്ചറിയണം. മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് നമ്മൾ തിരിച്ചറിയണം. ഏതെങ്കിലും ഫീച്ചേഴ്സ് സെൻസർ ചെയ്യോ ഡിലീറ്റ് ചെയ്യോ വന്നിട്ടുണ്ടോ? തീർച്ചയായും ചെയ്തിട്ടുണ്ട്. എൻ്റെ 2-3 പ്രോഡക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്ത് കാറ്റഗറി ബ്രാൻഡ്സ്? നമ്മൾ കേരളത്തിൽ ഒരു സ്പൈസസ് കമ്പനിക്കെതിരെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്പൈസസ് കമ്പനിയിൽ കേരള ഫുഡ് സേഫ്റ്റി ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതിനകത്ത് ഒരു മുളക് പൊടിയിൽ ഈ പറയുന്ന അളവിൽ കൂടുതൽ, അതായത് പെർമിസിബിൾ ലിമിറ്റ്, ഫുഡ് സേഫ്റ്റി കൊടുത്തിരിക്കുന്ന ഒരു പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ കൂടുതൽ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഫംഗിസൈഡ്സും കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്തയുണ്ടായിരുന്നു. അത് ഞാൻ ഫുഡ് സേഫ്റ്റിയുടെ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. പക്ഷെ അത് മെറ്റയിലേക്ക് റിപ്പോർട്ട് കൊടുത്ത് അവരത് ഡിലീറ്റ് ചെയ്തിപ്പിച്ചു. ഓക്കെ, അത് ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജലദോഷത്തിനും തൊണ്ടവേദനയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്രീമോ ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, നമ്മൾ എല്ലാം തേക്കുന്ന ഒരു സാധനമാണ്. കാരണം അത് ഓൾറെഡി സെറ്റിൽമെന്റ് ആയതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ബ്രാൻഡിനെ ഇതിലേക്ക് വലിച്ച് വെക്കാത്തത്. ആ വീഡിയോ ചെയ്തപ്പോഴും അവർ ഇതേപോലെ നമുക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ഈ പറയുന്ന രീതിയിൽ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്തു. റീസെൻ്റ് ആയിട്ട് ഒരു ന്യൂട്രീഷൻ പ്രോഡക്റ്റ്, എല്ലാവരിലും പരസ്യമില്ലാതെ ആളുകളെ കൊണ്ട് വൈറ്റ് ബോക്സിൽ വരുന്ന ഒരു ന്യൂട്രീഷൻ പ്രോഡക്റ്റ്, അത് ഞാൻ ബ്രാൻഡ് പറയാം, ഹെർബലൈഫ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ അവർ ഈവൻ ഒരു 24 hours 2 daysനുള്ളിൽ അവരത് എടുത്ത് കളയിപ്പിച്ചു. കാരണം അവർക്ക് ആകെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവരെ മിസ്ലീഡ് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തിയെന്ന് ഒരിക്കലും അതിനകത്ത് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അവർ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണോ അത് മാത്രമേ നമ്മൾ പറയുന്നത്. വിത്ത് സ്ക്രീൻഷോട്ടും ആ പ്രോഡക്റ്റിൽ ലേബിളും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ആ പ്രോഡക്റ്റിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്നോ ഉള്ള സാധനം ഇല്ലെന്നോ നമ്മൾ മിസ്ലീഡ് ചെയ്യുന്നില്ല. ആ പ്രോഡക്റ്റും ആ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് അവരുടെ ബ്രാൻഡ് നമ്മൾ മിസ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്തു, അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം വയലേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ഇത് കൊടുക്കുക. അപ്പോൾ ഒബിയസ്ലി മെറ്റ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ്സിൻ്റെ ഭാഗമാണ്. അപ്പം അവരെന്തായാലും കോർപ്പറേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഒരു റിപ്പോർട്ട് പോകുമ്പോൾ ഒബിയസ്ലി നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഈ ഹെർബലൈഫിൻ്റെ ആക്ച്വലി ഒരു വലിയ സ്കാമല്ലേ, കോൺട്രവേഴ്സി അല്ലേ? തീർച്ചയായും. എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഉമ്മാമ തൊട്ടിട്ട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് വർഷങ്ങളോളം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്തിട്ട് നല്ല ചേഞ്ചസ് ബോഡിയിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇന്നും ഏതൊരു നാട്ടിൽ ഇതിന്റെ സെന്റേഴ്സ് ഓപ്പറേറ്റിംഗ് ആണ്. ആക്ച്വലി ഇതിന്റെ ട്രൂത്ത് എന്താ ഹെർബലൈഫിന്റെ? ആക്ച്വലി ട്രൂത്ത് നമുക്കത് ഓരോ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഉള്ളതെന്നൊക്കെ ഒന്നും പറയാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ഇവര്
ML മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെയാണ് ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ആൾക്കാരെ വെച്ചിട്ട് അല്ലെങ്കിൽ ന്യൂട്രീഷൻ സെൻറ്റേഴ്സ് വെച്ചിട്ട് എല്ലാം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രോ പറഞ്ഞില്ലേ അവിടെ ഓരോ സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ പോയി ഷേക്ക് കഴിക്കുന്നത്. ഒരു സെൻറ്ററിലും നിങ്ങൾ നോക്കിയോ, ഒരൊറ്റ സെൻറ്ററിൽ പോലും ബോർഡ് ഉണ്ടാവില്ല. നോക്കിയിട്ടുണ്ടാവും? ബോർഡ് ഉണ്ട്. ഹെർബാ ലൈഫിൻ്റെ ബോർഡ് ഉണ്ട്. ഹെർബാ ലൈഫിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടോ? എന്താണ് ആ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്? ന്യൂട്രീഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഡയഗ്നോസ് ചെയ്യുന്ന എന്തെങ്കിലും അവർ കൊടുത്തിട്ടില്ല? ഇല്ല, കൊടുക്കില്ല. കാരണം അവിടെ പച്ചയും വെള്ളയും ആയിട്ടുള്ള സാധനം. ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്ന അവർക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ എല്ലാ പ്രോഡക്റ്റിലും അതിനകത്ത് എഴുതിയിട്ടുണ്ട് ദിസ് പ്രോഡക്റ്റ് ഈസ് നോട്ട്, ഈ പ്രോഡക്റ്റ് ഒരു അസുഖത്തെയോ അല്ലെങ്കിൽ രോഗത്തെയോ നിർണ്ണയിക്കാനോ നിയന്ത്രിക്കാനോ ഉള്ളതല്ല എന്നുള്ളത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവരുടെ ഏജൻസ് പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറും, അതെ, രോഗങ്ങൾ ഷുഗർ പ്രഷർ കുറയും എന്ന് പറഞ്ഞിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും? എങ്ങനെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ പ്രോഡക്റ്റിനെ വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ പ്രോഡക്റ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു പ്രോഡക്റ്റിനും ഒരു രോഗത്തെ നിയന്ത്രിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും? എങ്ങനെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും? കേസ് ഫയൽ ചെയ്തില്ല. അപ്പോൾ അവിടെ ഒരു മിസ്ലീഡിംഗ് ആണല്ലോ നടക്കുന്നത്. മിസ്ലീഡിംഗ് ഇവർ ഏജന്റ് ത്രൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും? അവർ പറയും ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ പ്രോഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും ഒരു അസുഖത്തിനും മാറുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണെന്നല്ലേ അവർ കമ്പനിയിൽ പറയും. നമ്മൾ കേസ് ഫയൽ ചെയ്താൽ പോലും ആരാണോ പറഞ്ഞത് അവരുടെ ഉത്തരവാദിത്തം, ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് കമ്പനി പറയാം. അപ്പോൾ ഇവിടെയാണ് ലൂഫോഴ്സ് വരുന്നത്. ഓരോ കമ്പനിയുടെയും ഓരോ പ്രോഡക്റ്റിൻ്റെയും ലൂഫോഴ്സ് വരുന്നത് ഇവിടെയാണ്. ഇനി നിയമപരമായിട്ട് പോയാലും സുഖമായിട്ട് അവർ ഇറങ്ങി വരില്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ കേരളത്തിലുള്ള ഡോക്ടർ സിരിയക്ക് എന്ന് പറയുന്ന ഒരു ലിവർ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ഹെർബാ ലൈഫിനെതിരെ നിയമ നടപടി സ്വീകരിച്ച ആളാണ്. കേരള ഹൈക്കോടതിയിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയതാണ്. ഇതിനെതിരെ ഒരുപാട് റിപ്പോർട്ടുകൾ, പ്രോഡക്റ്റ് റിപ്പോർട്ടുകൾ അയാൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസർച്ച് ഗേറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അദ്ദേഹം തന്നെ പബ്ലിഷ് ചെയ്ത ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ഈവൻ അവരൊരു വലിയൊരു കോർപ്പറേറ്റ്സ് ആണല്ലോ ഹെർബാ ലൈഫ്. വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പം അവർ അത് ഇടപെട്ട് അതിനെ കേസ് ഒതുക്കി തീർത്ത് ആ സൈറ്റിൽ നിന്നെല്ലാം ആ റിപ്പോർട്ടൊക്കെ എടുത്ത് കളയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരുപാട് ഇതിനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഡോക്ടർ സിരിയക്ക്. ഒരു എന്താ പറയുക, ഒരു ക്രിയേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ചിരിക്കും. നമ്മളൊരു ലീഗൽ നോട്ടീസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു റെഗുലേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഹൗ ഡു യു ഫൈൻഡ് ദാറ്റ്? നമുക്ക് ഇപ്പോൾ നമ്മുടെ മെയിലിലേക്കാണ് ആരെങ്കിലും ഏതെങ്കിലും കമ്പനീസ് നമുക്ക് മെയിൽ ചെയ്യുക ലീഗൽ നോട്ടീസ്. ആ ലീഗൽ നോട്ടീസ് വരുന്നത് വലിയ ഫേമിൻ്റെ ആയിരിക്കും. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ലോ ഫേമിൻ്റെ കയ്യിൽ നിന്നായിരിക്കും ലീഗൽ നോട്ടീസ് വരിക. അപ്പം അതിനകത്ത് അവരെന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ അവരെക്കുറിച്ച് പറഞ്ഞതിൽ അവർക്ക് എന്താണ് പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ അത് അവർക്ക് എന്താണ് അതിനകത്ത് നോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവർ ചിലപ്പോൾ പറയും. കൂടുതലും പറയുന്നത് അവർ മെറ്റയിലേക്ക് റിപ്പോർട്ട് കൊടുത്ത് വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ അടുത്ത് റിമൂവ് ചെയ്യാൻ പറയും. അപ്പോൾ അതായത് ബ്രാൻഡ് നെയിമാണ് അവർ കൂടുതലായിട്ടും എല്ലാ വക്കീൽ നോട്ടീസിലും എനിക്ക് വന്നിട്ടുള്ളത്. അവരുടെ അനുവാദമില്ലാതെ അവരുടെ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് വയലേഷനാണ് അവർ പറയുക. ആ ട്രേഡ് മാർക്ക് വയലേഷൻ നിങ്ങൾ ചെയ്തത് മുഖാന്തരം അവർക്കത് മോശമാണ്, അതുകൊണ്ട് നിങ്ങളത് മാറ്റണം എന്ന് പറയും. അങ്ങനെ ചിലപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്ത് ചിലപ്പോൾ വീഡിയോ തന്നെ എടുത്ത് കളയിപ്പിക്കും. എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വക്കീൽ നോട്ടീസ് ചിലപ്പോൾ അത് അവർ ക്ലോസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരാൾ ഒരു കേസ് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്, ഡസ് ദ ബോഡീസ് ആക്ച്വലി കെയർ? ലൈക്ക് എന്ത് ആക്ഷൻസ് ആയിരിക്കും അവിടെ എടുക്കുന്നുണ്ടാവും? എന്തിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യും? ഫുഡ് ആയിരിക്കാം, കോസ്മെറ്റിക് സെക്ടർ, സം കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കേസ് പറ്റും. ഇപ്പോൾ ഞാൻ കൺസ്യൂമർ കോർട്ടിലോട്ട് പോവാണ്, ഡസ് ദ ബോഡീസ് ആക്ച്വലി കെയർ? ലൈക്ക് അവിടെ ഒരു സൊല്യൂഷൻ? തീർച്ചയായും സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഉണ്ടാവും, പക്ഷെ ഇതിന് സമയമെടുക്കും. ഏത് കേസാണെങ്കിലും ഏത് കൺസ്യൂമർ കോർട്ടാണെങ്കിലും ചിലപ്പോൾ സമയമെടുക്കും. ചിലപ്പോൾ നമ്മൾ പോയ സമയത്ത് നമ്മുടെ എതിർകക്ഷി വരണമെന്നില്ല. അപ്പോൾ അവർ വേറൊരു ദിവസത്തേക്ക് മാറ്റും. അപ്പോൾ വേറൊരു ദിവസം നമ്മൾ പോകും. അപ്പോൾ അന്ന് വാദം കേൾക്കും, രണ്ടുപേരുടെയും വാദങ്ങൾ കേൾക്കും, വേറൊരു ഡേറ്റിലേക്ക് മാറ്റും. ഈവൻ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്ത് ഇതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്ത്, കാരണം കോടതിയിൽ എപ്പോഴും നമ്മുടെ വാക്കല്ല അവിടെ വേണ്ടത്, തെളിവുകളാണ് വേണ്ടത്. രേഖാമൂലമുള്ള തെളിവുകൾ വേണം. ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. വീഡിയോസ് അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ അവർ തെളിവായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആധികാരികതയൊക്കെ കോടതിക്ക് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റേതായ ഒരു സമയമെടുക്കും. ഈ സമയമെല്ലാം നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ മടുക്കും. എന്താണ് ഇത്? ചിലപ്പോൾ നമ്മുടെ ജോലിയുള്ള ഒരാൾ ആ ജോലി ഒഴിവാക്കിയിട്ട് ഒരിക്കലും ഇതിൻ്റെ പുറകെ നിൽക്കില്ല. ഈ ഒരു ടൈം കാലാവധി ഉള്ളത് കൊണ്ടാണ് പലരും ഇതിന് നിൽക്കാത്തത്. ഇതിനൊരു എന്താ പറയുക, ഒരു സഡൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല.
അതിൻ്റേതായ ഒരു സമയം ഉണ്ടാവും. ആ സമയം ഉള്ളത് കൊണ്ടാണ് പലരും പോകാത്തത്. പക്ഷേ നിങ്ങൾ നമ്മുടെ നിയമത്തിനെ വിശ്വസിച്ചിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ മേലെ എല്ലാ തെറ്റ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച ഫുഡിന് എന്തെങ്കിലും അഡൾട്രേഷൻ കണ്ടെത്തി നമ്മളത് തെളിവ് സഹിതം അല്ലെങ്കിൽ റിപ്പോർട്ട് ലാബ് റിപ്പോർട്ട് അടക്കം നമ്മൾ സബ്മിറ്റ് ചെയ്തു, ഫോട്ടോ വീഡിയോസ് എല്ലാം കോടതിയിൽ സബ്മിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ എന്തായാലും കിട്ടും, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെതിരെ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും അതിന് സാവകാശമാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. അതാണ് എല്ലാവരെയും വലിക്കുന്നത്. അതെ അതെ. അതിനെന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ഉണ്ടോ? ഈ ഒരു ആൾട്ടർനേറ്റീവും ഇല്ല. നമ്മളത് ഒരു ബാക്കിലോട്ട് പോകാതെ മുന്നോട്ട് പോവുക, എത്രയാണെങ്കിലും നമ്മൾ പോയി അത് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. കാരണം അതെല്ലാം നമുക്ക് കോമ്പൻസേഷൻ വാങ്ങിക്കാം. ഇപ്പം നമുക്ക് എക്സ്പെൻസ് നമുക്ക് ഒരു ദിവസം ജോലി പോകുമ്പോൾ ആ സാലറി കട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം നമുക്ക് കോടതിയോട് പറയാം, ഞങ്ങൾ ഇത്ര ദിവസം കോടതിയിൽ വന്നു, ഇതെല്ലാം എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ടാണ്, അപ്പോൾ ഇതിൻ്റെ കോമ്പൻസേഷൻ കൂടെ കമ്പനിയുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചു തരണം പറഞ്ഞാൽ കോടതി തീർച്ചയായിട്ടും തരും. ഈവൻ നമ്മുടെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ഒരു 2-3 വർഷത്തിന് മുമ്പ് അവരൊരു പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മത്തി ഉണ്ടല്ലോ, മത്തി, അതിന് 120 രൂപയോ 130 രൂപയോ അങ്ങനെ എന്തോ ആണ് പേപ്പറിൽ ആഡ് കൊടുത്തു വരും. ആഡ് കൊടുത്തപ്പോൾ അവിടെ പോയപ്പോൾ അത് 150 രൂപയായി. മീൻസ് 20 രൂപേൻ്റെ 30 രൂപേൻ്റെ ഡിഫറൻറ്റ് വന്നു. അപ്പോൾ അദ്ദേഹം എന്താ കഴിഞ്ഞാൽ ആ പേപ്പറും അവിടുത്തെ ബില്ലും അന്നത്തെ ഡേറ്റിൻ്റെ ബില്ലും മീനുമായിട്ട് അയാൾ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ പേപ്പറിൽ ഒരു കാലാവധി കൊടുത്തിട്ടുണ്ട്, ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെയാണ് ഈ വിലയ്ക്ക് മീൻ കൊടുക്കുന്നത്. അവർ ബില്ല് ചെയ്ത ആ ഡേറ്റ് ഇതിനകത്ത് വരുന്ന ഡേറ്റാണ്. അവർ അതിലകത്ത് വെയിറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്, ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പേരും ഉണ്ട്. കൺസ്യൂമർ കോർട്ട് വിധിച്ചു 60,000 രൂപ ഫൈൻ കൊടുക്കാൻ, അതായത് കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞു. ആ വിധി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60,000 രൂപയും ആ 150 രൂപയും 150 രൂപയും ഈ ആള് കോടതിയിലേക്ക് വന്നുപോയ ചെലവിൻ്റെ ട്രാവൽ എക്സ്പെൻസ് എല്ലാം അടക്കം 60,000 രൂപയും അതിൻ്റെ ഒരു ചില്ലറയും കൂടെ മൊത്തത്തിൽ കമ്പനി പുള്ളിക്ക് കൊടുത്തു. അത് ആ ഫേം കൊടുക്കേണ്ടി വന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഇതല്ലാതെ ത്രെറ്റ്സ് വല്ലതും വരലുണ്ടോ മറ്റേതൊക്കെ ആയിട്ടൊക്കെ? ഹൗ ഡിഫിക്കൽട്ട്, ഞാൻ ചോദിച്ചോണ്ടാണ്, ഹൗ ഡിഫിക്കൽട്ട് ഇസ് ഇറ്റ് ടു ഫൈറ്റ്? അല്ലാന്നെങ്കിൽ ഇപ്പം നിങ്ങൾ ലൈക്ക് യുവർ പേജ് ഇറ്റ്സെൽഫ് ഈസ് യുവർ നെയിംഡ് ആസ് വൺ മാൻ ഷോ. ഹൗ ഡിഫിക്കൽട്ട് ഇസ് ടു ബി റണ്ണിങ് വൺ മാൻ ഷോ? അല്ലാന്നെങ്കിൽ എന്തെങ്കിലും സത്യാന്വേഷി എന്നുള്ളതിലായിട്ടാണ് നിങ്ങൾ തന്നെ പോയിരുന്നത്. ഹൗ ഡിഫിക്കൽട്ട് ഇസ് ടു? അല്ല, ശരിക്കും സത്യാന്വേഷി ഞാൻ എന്നെ തന്നെ പറയുന്നതല്ല. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ 2 ക്യാരക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരെണ്ണം കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്തൊരു ക്യാരക്ടറും ഒരെണ്ണം നോർമൽ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് കൊടുത്തൊരു പേര് മാത്രമാണ് സത്യാന്വേഷി. ഓക്കെ. അല്ലാതെ ഞാൻ എന്നെ പറഞ്ഞതല്ല, ആ ക്യാരക്ടറിന് കൊടുത്തൊരു ഒരു പേരായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ സത്യാന്വേഷി എന്ന് ഇപ്പോൾ കാണുമ്പോഴും സത്യാന്വേഷി അല്ലേ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണത് വന്നത്. ത്രെട്ടനിങ് നമുക്ക് വന്നിട്ടുണ്ട് ധാരാളം, കൂടുതലും കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ്, നമ്മളൊരു പ്രോഡക്റ്റ് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് സെയിൽസിന് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമ്പോഴാണ് ഈ എന്തെങ്കിലും വരുന്നത്. അപ്പോൾ കൂടുതൽ ഈ ഡിസ്ട്രിബ്യൂഷൻകാർ അല്ലെങ്കിൽ മറ്റേ സ്റ്റോക്കിസ്റ്റുകാരൊക്കെ ആയിരിക്കും കൂടുതൽ ത്രെട്ടൻ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം സെയിൽ കുറഞ്ഞു. അപ്പോൾ സെയിലിനെ ബാധിക്കുമ്പോൾ ചിലവർ റിയാക്ട് ചെയ്യും എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളതങ്ങനെ തന്നെ പറയും. നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകും, നമുക്ക് കോടതിയിൽ കാണാം. കാരണം നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല, ആ പ്രോഡക്റ്റിലുള്ള എന്താണോ കാര്യം അത് മാത്രമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് അവർ പോവും, അവരും നിൽക്കുന്നില്ല അതിനനുസരിച്ചിട്ട്. ഇപ്പോൾ ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു സേഫ് കേരള എന്നുള്ളൊരു സാധനം വിഷ്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സജിൻ്റെ ഒരു സേഫ് കേരള എങ്ങനെയായിരിക്കും? ഫസ്റ്റ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിയമമായിരിക്കും. ഓക്കെ. ഫുഡ് സേഫ്റ്റിയുടെ നിയമങ്ങൾ ഒരുപാട് സ്ട്രിക്റ്റ് ആക്കും. അത് ഒരുപാട് ലളിതമാണ്, സുതാര്യമാണ്. പക്ഷെ അത് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവാനുണ്ട്. അത് കുറച്ചും കൂടെ നല്ലോണം സ്ട്രിക്റ്റ് ആക്കാൻ നമുക്ക്. അത് ഈ പറയുന്ന ജനങ്ങളും അതിന് ഒപ്പം തന്നെ ഒന്നിക്കണം. ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയാൽ പോലും ചിലപ്പോൾ രാത്രിയാണ് പോകുന്നത്, നമുക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡിൽ നിന്ന് എന്തെങ്കിലും ഒരു അഡാപ്റ്റേഷനോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും കണ്ടു, അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് സേഫ്റ്റി ചിലപ്പോൾ രാത്രി അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ 24/7 കൺസ്യൂമറെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫുഡ് സേഫ്റ്റി ഇവിടെ വേണം. കാരണം എപ്പോൾ വിളിച്ചാലും നമുക്ക് എത്തി അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു നിയമം വേണം. നമുക്കൊരു കാര്യം കൂടെ അതിനകത്ത് ചെയ്യാം. ഇപ്പോൾ പോലീസിനെ വിളിക്കാം, നമുക്ക് ശരിക്കും നിയമമുണ്ട് അതിനകത്ത്. കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ, ഇപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അവിടെ പ്രശ്നം കണ്ടാൽ നമുക്ക് അപ്പം തന്നെ പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിച്ചിട്ട് നമുക്കത് ഇങ്ങനെ വേണം, ഇതുണ്ട്, നമുക്ക് ഫുഡ് സേഫ്റ്റി ആയിട്ട് അറിയിക്കണം എന്നുള്ളത് പറയാം. കാരണം ചിലപ്പോൾ ഹോട്ടലുകാർ ചിലപ്പോൾ ഇയാളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടാവും. ഇത് പുറത്ത് വിടാൻ പാടില്ല എന്ന് അവർക്ക് നിർബന്ധമുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ നമുക്ക്
നിയമം ഉള്ളതാണ്, നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്, അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരിക്കലും ഈ രാത്രി നമുക്കൊരിക്കലും ഫുഡ് സേഫ്റ്റി ആര് വിളിച്ചാൽ കിട്ടും? ഒരിക്കലും കിട്ടില്ല. പകലാണെങ്കിൽ മേ ബി ആരോഗ്യ വകുപ്പിൽ നിന്ന് ആളുകൾ വരും, ഇത് ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യും. ഒരു 9 മണിക്കാണ് നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് കിട്ടില്ല. അപ്പോൾ 24/7 നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓണായിരിക്കണം. അങ്ങനെ ഓണായിരുന്ന എപ്പോഴും നമുക്ക് അതായത് എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനുള്ളൊരു സ്ഥിതിയിലേക്ക് വരണം. ഇപ്പം നമ്മൾ 100-ൽ അടിച്ചു കഴിഞ്ഞാൽ പോലീസ് ഉടനെ എത്തുന്ന പോലെ നാളെ ഫുഡ് സേഫ്റ്റിയും ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്പർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരണം. ആ ഒരു കൺസെപ്റ്റ് വരുത്തണം അവർക്ക്. അപ്പോൾ ആദ്യമായിട്ട് പാസ് ചെയ്യുന്ന ലോ ഇതായിരിക്കും ഞാനെത്താണെന്നുണ്ടെങ്കിൽ നിയമം കർശനമാക്കുക. മാത്രമല്ല ഏത് പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഏത് ഹോട്ടലാണോ ഞാൻ പാസ്സാക്കുന്നത്, ഇപ്പോൾ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്ത് നിയമമാണ് പാസ്സാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിന്നും ഒരു ഷവർമ കഴിച്ചിട്ട് ഒരാൾ മരിച്ചു എന്ന് കരുതുക. മരിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടൽ അപ്പോൾ പൂട്ടും. ഇവനൊരു 10 days കഴിഞ്ഞാൽ അവിടെ ഹോട്ടൽ വീണ്ടും തുറക്കും. കാരണം ആ ഒരു ചൂട് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹോട്ടൽ വീണ്ടും തുറക്കും. അവിടെ ഇനി ഹോട്ടൽ തുറക്കാൻ പാടില്ല. ചിലപ്പോൾ വേറെ പേരിലായിരിക്കും തുടങ്ങുക. ആ ഭാഗത്ത് ഹോട്ടൽ വരാൻ പാടില്ല. അത് ആ നിയമം കർശനമാണ്. ആ ഭാഗത്ത് ഹോട്ടലല്ലാതെ വേറെ എന്തും വരാം. അവർക്ക് ലൈസൻസ് പിന്നെ കൊടുക്കാൻ പാടില്ല. ആ ഭാഗത്ത് ഇനി ഹോട്ടൽ വരാൻ പാടില്ല. അത്രയും സ്ട്രിക്റ്റ് ആക്കണം. അങ്ങനെ ഒരു ലൈസൻസ് ആയിരിക്കണം കൊണ്ടുവരേണ്ടത്. എപ്പോഴെങ്കിലും ഐ തിങ്ക് ലൈക്ക് വൺ ലാസ്റ്റ് 2 questions, എപ്പോഴെങ്കിലും ആരെങ്കിലും ഭയങ്കരമായിട്ട് എന്താ പറയുക വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ടോ ബേസ് ചെയ്തിട്ട്? എന്തെങ്കിലും ഫുഡിനെ ബേസ് ചെയ്തിട്ടോ കോസ്മെറ്റിക്കിനെ ബേസ് ചെയ്തിട്ടൊക്കെ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? ഫുഡിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു വീട്ടമ്മമാരെ നമുക്ക് കൂടുതൽ മെസ്സേജ് അയക്കും. കാരണം കുട്ടികൾ കുറേ ചെറിയ കുട്ടികളുള്ള വീട്ടമ്മമാർ നമുക്ക് അവർക്കൊരു എന്താണ് കുട്ടികൾക്ക് കൊടുക്കുക, നല്ലത് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ ഇൻഫൻറ്റ് മിൽക്കിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ള ഒരു 2 year ബാക്ക്. അപ്പം ഞാൻ വീഡിയോ മിൽക്ക് വെച്ച് കഴിഞ്ഞാൽ ഫോമുല മിൽക്ക്. ഓക്കെ. ഫോമുല മിൽക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോ ഒരു വീട്ടമ്മയ്ക്ക് ആ വീട്ടമ്മയ്ക്ക് വേറെ ആരോ അവരുടെ കസിൻസ് ആരോ അയച്ചു കൊടുത്തു എൻ്റെ വീഡിയോ. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് അതിനകത്ത് ഷുഗർ കണ്ടന്റ് ഉണ്ട്, കൂടുതലാണ്. നോർമലി ചെറിയ കുട്ടികൾക്ക് 6 മാസമുള്ള കുട്ടികൾക്ക് ഷുഗറിൻ്റെ ആവശ്യമില്ല. ഞാൻ 2.5 വർഷം മുമ്പ് ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇന്ന പ്രോഡക്റ്റിൽ ഷുഗർ കൂടുതലാണ്. അത് ഇന്ത്യയിൽ വിൽക്കുന്ന പ്രോഡക്റ്റിലാണ് ഷുഗർ കൂടുതലുള്ളത്. ഇതേ പ്രോഡക്റ്റ് UK വിൽക്കുന്നതിൽ ഷുഗർ ഇല്ല. 6 മാസത്തിന് ശേഷം കൊടുക്കുന്ന ഇതേ സെയിം പ്രോഡക്റ്റ്, സെയിം കമ്പനി, സെയിം ബ്രാൻഡ് നെയിമിൽ ഷുഗർ ഇല്ല. ഇന്ത്യയിൽ വിൽക്കുന്ന പ്രോഡക്റ്റിൽ എന്തുകൊണ്ട് ഷുഗർ? ഈ ഷുഗർ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, അത് കുട്ടികൾക്ക് ഡേഞ്ചറാണ് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത്. ആ വീഡിയോ കണ്ടിട്ട് ആ കുട്ടിയുടെ അമ്മ എനിക്ക് മെസ്സേജിനായിരുന്നു, നമുക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര പേടിയായി. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ വിഷം കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് ശരിക്കും സൂയിസൈഡ് ചെയ്യേണ്ട ടെൻഡൻസി വരെ വന്നു എന്ന് ആ വീട്ടമ്മ എന്നോട് പറഞ്ഞത്. അപ്പം ഞാനത് കേട്ടപ്പോൾ ഭയങ്കര ഇതായിപ്പോയി എനിക്ക്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഒരിക്കലും. അതല്ല നമ്മൾ പറയുന്നത്, നിങ്ങൾ ഈ പ്രോഡക്റ്റിൽ ഷുഗറിൻ്റെ അളവ് വളരെയധികം കൂടുതലാണുള്ളത്. അപ്പോൾ അത് കുറയ്ക്കണമെന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രാൻഡ് മാറ്റണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുതെന്നോ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ നിർബന്ധമായിട്ട് കൊടുക്കണം അങ്ങനെയൊന്നുമല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ വേറൊരു സൊല്യൂഷൻ നിങ്ങൾ ഇതിനകത്ത് കാണുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നുള്ളത് പറഞ്ഞു. ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഒരു 6 months ഒരു 9 months കഴിഞ്ഞിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്, നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടാവും എന്നറിയില്ല, കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ കൺഫേം ചെയ്തു ഫുഡ് സേഫ്റ്റി. ഇന്ത്യയിൽ വിൽക്കുന്ന ആ ഫോമുല മിൽക്കിൽ ഷുഗർ കൂടുതലാണ്. 2.5 gram ഷുഗർ വരുന്നത്. അവിടെ വരുന്നത് 1 gram താഴെയാണ്. അപ്പോൾ ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ കമ്പനിയോട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു FSSAI. ഒരു 9 months കഴിഞ്ഞിട്ടായിരുന്നു വീണ്ടും കുറച്ചു അവരിത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത്രയും കാലം കഴിച്ച കുട്ടികളുടെ അവസ്ഥ എന്താ? ഇപ്പോഴാണ് അവർക്ക് ഇന്ത്യയിൽ വിൽക്കുന്ന പ്രോഡക്റ്റിൽ ഷുഗർ കൂടുതലായിട്ട് ഉള്ളത് അറിഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് എന്തുകൊണ്ട് ഫുഡ് സേഫ്റ്റി നോക്കിയില്ല? നോക്കേണ്ടിയിരുന്നില്ലേ? എത്ര കാലം നമ്മളടക്കമുള്ള ആളുകൾ കുട്ടികൾ കഴിച്ചിട്ടുണ്ടാവില്ലേ? ഷുഗർ കൂടുതലല്ലേ കഴിച്ചുകൊണ്ട്. ഇപ്പോൾ ഷുഗർ കുറച്ചിട്ടാണ് അവർ ഇറക്കുന്നത്. അപ്പോൾ അതൊരു വലിയ വിഷയം. അവിടെയാണ് നിയമം കർശനമാകേണ്ടത്. ഫുഡ് സേഫ്റ്റി എന്തുകൊണ്ട് ആദ്യം നോക്കില്ല? ഈ ഒരു കാര്യം നോക്കേണ്ടതല്ലേ, അവർ നോക്കേണ്ടതല്ലേ? ഇപ്പോൾ കുറച്ചു, കമ്പനി കുറച്ചു. അപ്പോൾ നിയമം സ്ട്രിക്റ്റ് ആകുമ്പോൾ ഇവിടെ എല്ലാം വരും. സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ ഇതിങ്ങനെ പോവും.
അടിപൊളി. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ സുജിൻ ഡേ ടു ഡേയിൽ ഉപയോഗിക്കുന്ന ഡേ ടു ഡേ പ്രൊഡക്ട്സിൽ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യാറുണ്ട്? ഒരു കോമൺ മാൻ്റെ പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ല, എല്ലാ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അതിനകത്ത് അഡൾട്രേഷൻ കണ്ടെത്തുമ്പോഴാണ് നമ്മളത് മാറ്റി നിർത്തേണ്ടത്. അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കെമിക്കൽസ് കൂടുതൽ ആഡ് ചെയ്തത് ആണ് നമുക്ക് മാറ്റി നിർത്തേണ്ടത്. അല്ലാതെ ഡേ ബൈ ഡേയിൽ നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈവൻ എല്ലാ ബിസ്ക്കറ്റ് ആണെങ്കിലും എല്ലാം തിന്നാം. ഇതിനെല്ലാം ഒരു ലിമിറ്റേഷൻസ് വെച്ചാൽ മതി. ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ടൂത്ത് പേസ്റ്റ്. ഇപ്പോൾ ടൂത്ത് പേസ്റ്റിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് SLS ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ്, പാരബൻ ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ്, അല്ലെങ്കിൽ ഫ്ലൂറൈഡ് ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മാർക്കറ്റിൽ നല്ല ടൂത്ത് പേസ്റ്റുകൾ ഉണ്ട്. നമ്മളത് തിരിച്ചറിയണം. കാരണം അത് നമ്മൾ തിരിച്ചറിയില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റാക്ക് ഫുള്ളായിട്ട് ഒരു ലീഡിങ്ങിലുള്ള ഒരു ടൂത്ത് പേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എടുത്തു പോകും. അത് ചിലപ്പോൾ അതിൻ്റെ ബാക്കിലായിരിക്കും നല്ല ടൂത്ത് പേസ്റ്റ് ഉണ്ടാവുക. അവർക്ക് അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ശ്രദ്ധിക്കില്ല. ഇതായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് പോകുന്നതാണ് കൂടുതലും. അങ്ങനെ വാങ്ങിക്കരുത്. അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട്. ഇത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുമോ? ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മിക്കയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പം ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എന്താ പറയുക, വെരി ഫാം എന്നൊക്കെ പല രീതിയിലായിട്ടുള്ള പ്രൊഡക്ട്സ് കാണാറുണ്ട്. മിക്കതും ഓർഗാനിക് എന്നുള്ളൊരു ടേം അവിടെ വന്നാൽ അറ്റ്ലീസ്റ്റ് 2x ആണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അതെ അതെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പേസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പം പല സാധനങ്ങളും ഇപ്പൊ സൾഫർ ഫ്രീ പല സാധനങ്ങളൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ജനറലി കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാവുക. അല്ല, നല്ല കോസ്റ്റ്ലി ആണ്, ശരിക്കും കോസ്റ്റ്ലി ആയി വരും. പക്ഷേ ഇതിൻ്റെ പേരിൽ അഡപ്റ്റേഷൻ നടത്തുന്ന കമ്പനികളും ഉണ്ട്. കാരണം ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് വെറുതെ ചുമ്മാ കൊടുക്കുന്നത്, നാച്ചുറൽ ആണെന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കുന്നതും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് തിരിച്ചറിയാൻ ഇത്തിരി പാടാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോഴും ഒരു പരിധി വരെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അറിയാൻ പറ്റും, വായിച്ച് നോക്കി അറിയാൻ പറ്റും. ഈ പറയുന്ന കേസും മിസ്ലീഡിങ്ങിൽ വീഴാതിരിക്കുക. പിന്നെ ഓർഗാനിക് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. ഓക്കെ. വെറുതെ നമുക്കൊരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു മഞ്ഞൾ നമ്മൾ കഴുകി നന്നായി പൊടിച്ചു, അത് നമ്മൾ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും കൊടുക്കാൻ പറ്റില്ല. കേരളത്തിൽ ഇന്ത്യയിൽ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ സർട്ടിഫിക്കേഷൻ എല്ലാ കൊല്ലവും പുതുക്കണം. അത് പുതുക്കാൻ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ആൾ വരും ഗവൺമെൻറ്റിൽ നിന്ന്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ലാബ് കാര്യങ്ങളെല്ലാം വേണം. അതിൻ്റെ പ്രൂവ് ചെയ്യണം നമ്മുടെ പ്രോഡക്റ്റിൽ ഈ തരത്തിലുള്ള ഒന്നുമില്ല, പ്യുവർ ഓർഗാനിക് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മാത്രമല്ല, നമുക്ക് ഓർഗാനിക് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിലും ലൈസൻസ് വേണം. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗാനിക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓർഗാനിക് ഒരു പരിധി വരെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ട്രസ്റ്റഡ് ആയിട്ടുള്ള നല്ല കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, എല്ലായിടത്തും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നിങ്ങൾ ഇത് ഫുഡ് ബേസ്ഡ് ആണെന്നില്ല കേട്ടോ, ലൈക്ക് ഒരു ലൈഫ് പെർസ്പെക്റ്റീവിലായിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പം ഇമാജിൻ ദിസ് ഇസ് ദ സ്റ്റേജ്, നിങ്ങളുടെ മുന്നിൽ ലോകത്തുള്ള ചുറ്റുള്ള എല്ലാ മനുഷ്യന്മാരുണ്ടെന്ന് നോക്കാം. എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുള്ള 3 ബിഗ്ഗസ്റ്റ് ലെസൺസ് ദാറ്റ് യു വാണ്ട് ടു ഷെയർ വിത്ത് ദം? അയ്യോ, അങ്ങനെ ലെസൺസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ച് ലെസൺസ് ഒന്നും ഇല്ല. നമ്മളെല്ലാ കാര്യങ്ങളും പഠിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റും ഇതിൽ ഫുഡിൽ മാത്രമാണോ ചോദിച്ചത്? അല്ല, ഫ്രം എ ജനറൽ പെർസ്പെക്റ്റീവ്, ഹോളിസ്റ്റിക് ലൈഫിൽ നമ്മൾ ശരിക്കും കുറച്ച് ഹോണസ്റ്റ് ആയിട്ടിരിക്കുക. നമ്മളൊരിക്കലും മറ്റുള്ളവരെ പറ്റിക്കുക, അല്ലെങ്കിൽ ഇപ്പം എല്ലാം ഈ അഡൾട്രേഷൻ എല്ലാം നടക്കുന്നത് മറ്റുള്ളവരെ പറ്റിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് വരുന്നത്. കാരണം ആരെ പറ്റിച്ചിട്ടാണെങ്കിലും എത്രയാണെങ്കിലും പൈസ നേടുക അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിലാണല്ലോ ഈ അഡൾട്രേഷൻ എല്ലാം വരുന്നത്. അപ്പോൾ അത് മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചുറ്റും സമൂഹം തന്നെ മാറ്റപ്പെടാം. അപ്പോൾ നമ്മളിലാണ് അത് ആദ്യം കൊണ്ടുവരേണ്ടത്. നമ്മളൊരിക്കലും ഒരാളെയും പറ്റിക്കാൻ പോകണ്ട. കാരണം നമ്മൾ എന്ത് തന്നെ തെറ്റ് ചെയ്യുകയാണെങ്കിലും കർമ്മ ഈസ് എ ബൂമറാങ്. അത് നമുക്ക് എന്തായാലും തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഹോണസ്റ്റ് ആയിട്ടിരിക്കുക, നമ്മൾ നല്ലത് കൊടുക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, നല്ല മെസ്സേജസ് കൊടുക്കുക. നമ്മളും നമ്മുടെ പേജിലൂടെയും കൊടുക്കുന്നതിന് നമുക്ക് എന്തൊക്കെ കണ്ടൻറ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മളപ്പോഴും ചൂസ് ചെയ്യുന്നത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്തൊക്കെ ഉപകാരപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ ഉപകരിക്കാം, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തുകൊണ്ട് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹോണസ്റ്റ് ആവുക, അതുപോലെ തന്നെ എല്ലാവരെയും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക, അത് അവരുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നത്. താങ്ക് യു സോ മച്ച്. കുറേ കാര്യങ്ങൾ പല ആംഗിൾസ് നിന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വെരി ഷുവർ ഇത് കേൾക്കണ കണ്ട് ഇവരെത്തിയ ഒരാളത്തേക്ക് പറയാനുള്ളതും
നിങ്ങളായിട്ടുള്ള റിസർച്ച് ചെയ്യുക. അതൊന്നും അതെ. അതായത് ഇതിന്ന് സ്വയം പഠിക്കുക എന്നുള്ളതാണ്. തെറ്റുന്നുള്ളതാണ്. എന്ത് ഇവിടെ കാണുന്നത് ഇവിടെ പറയുന്നതായിക്കോട്ടെ എവിടെ പറയുന്നതായിക്കോട്ടെ. അല്ല, നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. ഇപ്പോൾ ആദ്യം ഏതൊരു ജോലിയാണെങ്കിലും ആ ജോലിയിൽ ആദ്യം പോയി നിന്നാൽ നമുക്കൊന്നും അറിയില്ല. പക്ഷെ നമ്മളതിൽ കൂടുതൽ അതിനകത്ത് ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞ് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് ഒരു ബൈക്ക് കൊടുത്താൽ അവന് അറിയാൻ പറ്റത്തില്ല. അവനതിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവന് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങൾ ആദ്യം മുതലേ ഈ നോക്കി വായിച്ച് ശീലിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ശീലമായി മാറും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശീലമായി. താങ്ക് യു താങ്ക് യു so much, Pedro. താങ്ക് യു. Thank you so much.